ചില ദിവസങ്ങളിൽ യാതൊരു കാരണവുമില്ലാതെ മനസ്സിൽ വല്ലാത്ത ഭാരവും അമിതമായ ഉത്കണ്ഠയും തോന്നാറുണ്ടോ? എന്തു ചെയ്യണമെന്ന് അറിയാതെ തലച്ചോറ് പുകയുന്ന അവസ്ഥ പലരും അനുഭവിക്കാറുണ്ട്. എന്നാൽ ഈ സ്ട്രെസ് നമ്മെ കൂടുതൽ തളർത്തുന്നതിന് മുൻപ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില അത്ഭുതകരമായ സൈക്കോളജിക്കൽ വിദ്യകളുണ്ട്. മനസ്സിലെ പിരിമുറുക്കം പെട്ടെന്ന് കുറയ്ക്കാനും മനസ്സിന് സമാധാനം നൽകാനും സഹായിക്കുന്ന 4 ശക്തമായ മനഃശാസ്ത്ര തന്ത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായി കാണുക. ഒന്നാമത്തെ തന്ത്രമാണ് ഫിസിയോളജിക്കൽ സൈ എന്ന ശ്വസന വ്യായാമം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഈ വിദ്യ സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. മൂക്കിലൂടെ 2 തവണ തുടർച്ചയായി ആഴത്തിൽ ശ്വാസമെടുക്കുക. ആദ്യം ഒരു വലിയ ശ്വാസം, ശേഷം അതിന്റെ മുകളിലേക്ക് വീണ്ടും ഒരു ചെറിയ ശ്വാസം, എന്നിട്ട് വായിലൂടെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ലെവൽ ബാലൻസ് ചെയ്യുകയും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ചെയ്യും. രണ്ടാമത്തെ തന്ത്രമാണ് ബ്രെയിൻ ഡംപ്. നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒരേ സമയം 100 കണക്കിന് ചിന്തകളും ആകുലതകളും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടുന്നത്. ഈ അവസ്ഥയിൽ ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങളുടെ തലയിലോടുന്ന സകല ചിന്തകളും ഭയങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളും യാതൊരു ക്രമവുമില്ലാതെ അതിലേക്ക് എഴുതി വെക്കുക. ആ ചിന്തകൾ പേപ്പറിലേക്ക് പകരുമ്പോൾ തന്നെ നിങ്ങളുടെ തലച്ചോറിന്മേലുള്ള ഭയം പകുതിയായി കുറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കും. മൂന്നാമത്തെ തന്ത്രമാണ് 5-4-3-2-1 ഗ്രൗണ്ടിംഗ് ടെക്നിക്. ഉത്കണ്ഠ വന്ന് മനസ്സ് ആടി ഉലയുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ വർത്തമാനകാലത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ വിദ്യ സഹായിക്കും. ചുറ്റും നോക്കി നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന 5 വസ്തുക്കൾ മനസ്സിൽ പറയുക. തൊടാൻ കഴിയുന്ന 4 കാര്യങ്ങൾ തൊട്ടറിയുക. കേൾക്കാൻ കഴിയുന്ന 3 ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. മണക്കാൻ കഴിയുന്ന 2 ഗന്ധങ്ങൾ തിരിച്ചറിയുക. ഒടുവിൽ നിങ്ങളുടെ നാവിൽ രുചിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ വ്യായാമം നിങ്ങളുടെ അമിതമായ ചിന്തകളെ തടഞ്ഞു നിർത്തി പെട്ടെന്ന് റിലാക്സ് ചെയ്യിക്കും. നാലാമത്തെ തന്ത്രം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. നമ്മുടെ സ്ട്രെസിന്റെ 90% നമ്മൾ നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ആവലാതിപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു വിചാരിക്കുന്നു എന്നതോ നാളെ എന്ത് നടക്കുമെന്നതോ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. മറ്റുള്ളവരുടെ ചിന്തകളെ നമുക്ക് മാറ്റാനും കഴിയില്ല. എന്നാൽ നമ്മൾ എങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റും. നമ്മുടെ പ്രതികരണങ്ങളും നമ്മുടെ പ്രവൃത്തികളും മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനാൽ നിയന്ത്രിക്കാൻ കഴിയാത്തവയെ സ്വീകരിച്ച് പെട്ടെന്ന് തന്നെ വിട്ടുകളയാൻ പഠിക്കണം. അല്ലാതെ അത്തരം നെഗറ്റീവ് ചിന്തകൾ എല്ലാ കാലവും ഉള്ളിൽ കൊണ്ട് നടക്കരുത്. സമ്മർദ്ദം എന്നത് ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ അതിൽ അടിമപ്പെട്ടു പോകാതെ അതിനെ തരണം ചെയ്യുക എന്നതാണ് പ്രധാനം. സ്ട്രെസ് വരുമ്പോൾ നിങ്ങൾ സാധാരണയായി എന്താണ് ചെയ്യാറുള്ളത് എന്ന് താഴെ കമന്റ് ചെയ്യുക. ഇത്തരം സൈക്കോളജിക്കൽ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.